ഹലോ, സൺഡേയിലെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ പത്തിരിയുടെ പണിയിലേക്ക് പോവുകയാണേ. അപ്പോൾ രാത്രി തന്നെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ രാവിലെ പത്തിരി പരത്തി എടുക്കണം. അപ്പോൾ ഇതാ രാവിലെ ഉമ്മച്ചി കുഴച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ റെസിപ്പി ആയിട്ടൊന്നും ഞാൻ ഇടുന്നില്ല. ഇത് നമുക്ക് അരിപ്പൊടി ഇല്ലേ, 2 ഗ്ലാസ് അരിപ്പൊടിക്ക് അല്ല 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 2 ഗ്ലാസ് വെള്ളം. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് സിമ്മിലിട്ടിട്ട് അതിലേക്ക് നമ്മൾ പൊടി ഇട്ട് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് ഓഫ് ചെയ്യില്ല കേട്ടോ, സ്റ്റൗ ഓഫ് ചെയ്യില്ല, സിമ്മിലിട്ടിട്ട് നന്നായിട്ട് വാട്ടി ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും കേട്ടോ. എന്നിട്ടാണ് നമ്മളിത് കുഴയ്ക്കുന്നത്. കുഴച്ച് കഴിഞ്ഞ് ഇങ്ങനൊരു പ്രസ്സിൽ പരത്തിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് പിന്നെ ഇതാ കൈ കൊണ്ട് ഇങ്ങനെ പരത്തി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി വലിയതായിട്ട് കിട്ടുവേ. അങ്ങനെ പിന്നെ നമുക്ക് ചുട്ടാൽ മതി. അങ്ങനെ പിന്നെ ചുടാനിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചുട്ടൊക്കെ എടുത്താൽ നമ്മുടെ പത്തിരി ഇവിടെ റെഡിയാണ് കേട്ടോ. പിന്നെ നമുക്ക് തേങ്ങാപ്പാലും പത്തിരിയും ചിക്കൻ കറിയും ഇതാണ് കേട്ടോ ഞങ്ങളുടെ സൺഡേയിലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതാ രാവിലെ എല്ലാം സെറ്റായിട്ട് നമ്മൾ കഴിക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ പത്തിരിയുടെ അകത്തേക്ക് ഇങ്ങനെ പാലൊഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ കറിയും കൂടെ ഒഴിക്കണം കേട്ടോ. ബീഫ് കറി ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഇതാ ഞങ്ങളിത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോവാണ് കേട്ടോ. കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ വെള്ളം കലക്കാമെന്ന് കരുതിയിട്ട് ഞാൻ വെള്ളം എടുക്കുവാണേ. നമ്മുടെ ആ ഓറഞ്ചില്ലേ, ആ ഓറഞ്ച് വെച്ചിട്ടാണ് കേട്ടോ വെള്ളം കലക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ കലക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് മന്തിയാണ് കേട്ടോ, എൻ്റെ സ്പെഷ്യൽ മന്തിയാണ്. അപ്പോൾ മന്തിയുടെ റെസിപ്പി ആയിട്ടൊരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. കുറച്ച് പേര് നേരിട്ടും പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ചാനൽസൊക്കെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് കാണുന്നവർ അങ്ങനെ കുറച്ച് പേര് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നി കേട്ടോ. ഞാൻ ചെയ്യാവേ. അപ്പോൾ ഇതാ ഞാൻ ഉച്ചയ്ക്കത്തേക്കുള്ള മന്തിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ആയിട്ട് ഞാൻ പിന്നൊരു വീഡിയോ ഇടാവേ. അപ്പോൾ ഇതെൻ്റെ സ്പെഷ്യൽ മന്തി റെസിപ്പിയാണേ. അപ്പോൾ പിന്നെന്താ, എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ എൻ്റെ മന്തി. അങ്ങനെ അപ്പോൾ മന്തിക്കുള്ള ഇതെല്ലാം കുറച്ച് ടൈം നമ്മൾ വെച്ചിട്ട് അത് കുക്ക് ചെയ്തെടുക്കുവാണ്. അത് നമ്മൾ മൂടി വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്, പാനിൽ വെച്ചിട്ട്. അങ്ങനെ മന്തി ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് പറയാവേ. ആദ്യം നമ്മൾ നന്നായിട്ട് കഴുകി വെച്ച ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ഇടയ്ക്കിങ്ങനെ ഒരു ഫോർക്ക് വെച്ച് കുത്തി കൊടുക്കും. എന്നിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ കറുവപ്പട്ട, ഗ്രാമ്പൂ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുക്കും. കുരുമുളക്, ഏലക്ക ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ മന്തി മസാലയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. അതിലേക്ക് പിന്നെ നമുക്ക് ഒരു ക്യാപ്സിക്കം, ഒരു സവാളയും എടുത്താൽ മതി. ഒരു വലിയ ക്യാപ്സിക്കം, ഒരു വലിയ സവാളയും കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് കളർ വേണമെങ്കിൽ മാത്രം ചേർക്കാം. ഞാൻ കുറച്ച് കളർ ചേർക്കും. അങ്ങനെ കുറച്ച് കളറും കൂടി ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യും കേട്ടോ. അതിലേക്ക് പിന്നെ സൺഫ്ലവർ ഓയിലും ഒരു ചിക്കൻ സ്റ്റോക്കും കൂടി ഇടും. മാഗി ക്യൂബില്ലേ, അതിൽ 2 എണ്ണം ഇടുവേ. അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഫോർക്ക് വെച്ച് കുത്തി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടായിരുന്നേ. എന്നിട്ട് നമുക്കൊരു പാനിലേക്ക് എടുത്തത് 2 സൈഡ് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. മൂടി വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. കുക്ക് ചെയ്ത് എടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ കിട്ടുവേ. അപ്പോഴേക്കും നമുക്ക് അതിനകത്തുണ്ടായ എണ്ണയില്ല നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കും. പിന്നെ നമ്മൾ അടുപ്പിൽ ചോറ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് വേവിക്കാനായിട്ട് നമ്മൾ സാധാരണ വെക്കണ പോലെ തന്നെ നമ്മൾ കോരി എടുക്കുവാണേ. അങ്ങനെ പിന്നെ കോരിയെടുത്ത് ചോറെല്ലാം കൂടി നമ്മൾ ദം ചെയ്യാനായിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കും. അതിലേക്ക് നമ്മൾ ആദ്യം ഇതിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഓയിൽ ഫുള്ളും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കും കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് പച്ചമുളക് നന്നായിട്ട് കഴുകിയിട്ട് അതൊന്ന് കുത്തി കൊടുക്കാവേ. അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ കുത്തി കൊടുത്തിട്ട് ഇനി നമുക്കൊന്ന് പുകയ്ക്കാൻ വെക്കണം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ചിരട്ട കത്തിച്ചിട്ട് ചിരട്ടയോ കനലോ എന്തെങ്കിലും കത്തിച്ചിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് സ്മോക്ക് വരും. അപ്പോഴേക്കും നമ്മൾ മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇച്ചിരി എന്തെങ്കിലും വെയിറ്റ് എടുത്ത് വെക്കണം കേട്ടോ. ഇങ്ങനെയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെയിറ്റ് എടുത്ത് വയ്ക്കും. എന്നിട്ടൊരു 10-15 മിനിറ്റോളം അതങ്ങനെ കിടക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും അത് ദമ്മാകും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മയണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചട്നിക്കുള്ളതും എടുക്കുന്നുണ്ട്.
അപ്പം നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാനത് തുറക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേർക്കൊക്കെ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മന്തി ആയതുകൊണ്ട് തന്നെ വിശക്കുമല്ലോ. അങ്ങനെ പിന്നെ അതേ ചട്നിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ദമ്മ് പൊട്ടിക്കാം. പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാൻ കിടപ്പുണ്ടേ. അങ്ങനെ ദമ്മ് പൊട്ടിച്ച് അപ്പോഴേക്കും നമ്മുടെ ഇങ്ങനെയാണ് കേട്ടോ, ഈ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് നമുക്ക് സ്മോക്ക് ചെയ്ത ആ പാത്രം എന്നെടുത്ത് മാറ്റിയിട്ട് ആദ്യം ഈ ചിക്കൻ എല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ആ ചോറ് എല്ലാം കൂടി അടി മുതൽ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ മന്തിയുടെ ചിക്കൻ ഇരിക്കുന്നത്. ഇത് ശരിക്കും ഞാൻ ഇതിൻ്റെ റെസിപ്പി ആയിട്ട് ഞാൻ ഒരു വീഡിയോ ഇടാവേ. റെസിപ്പി മാത്രമായിട്ടൊരു വീഡിയോ ഇടാം കേട്ടോ. ഇതിപ്പോൾ എല്ലാം സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുള്ളും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും ആ പുകയുടെ ടേസ്റ്റും നമുക്ക് ആ ഒരു സ്മോക്കിൻ്റെ ടേസ്റ്റും എല്ലാം ആ ഒരു ചിക്കൻ്റെ ഫ്ലേവറും എല്ലാം കൂടി ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ എൻ്റെ മന്തിക്ക്. അപ്പോൾ ഇതാ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ഓയിൽ ഉള്ള പോലെയൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് കേട്ടോ അത്. അപ്പം നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മന്തി കഴിക്കാം. എല്ലാവർക്കും വിശക്കുന്നുണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ ഇതാ മന്തി എടുക്കാൻ പോവാണേ. അങ്ങനെ ഈ റെസിപ്പി മാത്രമായിട്ട് ഇടാം കേട്ടോ. എന്നിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ മന്തിക്ക്. നമുക്ക് ഒരുപാട് എക്സ്പെൻസ് ഒന്നും വരുന്നില്ല കേട്ടോ ഈ മന്തി ഉണ്ടാക്കാനായിട്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്പെഷ്യൽ മന്തിയാണ് കേട്ടോ എൻ്റെ. അപ്പോൾ ഇതാ നമ്മുടെ മന്തിയും ചിക്കൻ മന്തി, പിന്നെ മയോണൈസ്, ചമ്മന്തി, ഇത്രയും സംഭവങ്ങളുണ്ട് കേട്ടോ. മയണൈസിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരു ദിവസം ഇടാം കേട്ടോ. മയണൈസും ചട്നിയും ഉണ്ട്. അങ്ങനെ ദാ ഇതെല്ലാം കൂടി ചേർത്തിട്ടൊരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ മന്തി ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനൊരു റെസിപ്പി ഇടുന്നതായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇതേ വൈകുന്നേരം ആയപ്പോഴേക്കും ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഷേക്ക് അടിക്കാമെന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് പാൽ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് വെറുതെ ഒന്ന് അടിച്ചെടുത്ത് ജസ്റ്റ് ഒരു ഷേക്ക് എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ഞങ്ങളത് ഷേക്കൊക്കെ കുടിച്ച്. അപ്പോൾ സൺഡേ അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ പരിപാടി. പ്രത്യേകിച്ച് പുറത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റ്സ് കൂടി ചെയ്യണേ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഒരു പ്രത്യേക ഒരു ക്ലൈമറ്റൊക്കെയാണ് ഇപ്പോൾ നമുക്ക്. ശരിക്കും രാത്രി ചൂടും പകൽ നല്ല വെയിലും പിന്നെ രാവിലെ ആകുമ്പോഴേക്കും നല്ല മഞ്ഞും. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അപ്പോൾ ഓക്കെ. അപ്പോൾ ഒന്നുകൂടി പറയാം, വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി എല്ലാ ദിവസവും ഡെയിലി വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഷേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. ചോക്ലേറ്റ് ഷേക്ക് എന്നൊക്കെ പറയാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാണാൻ വലിയ ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാവേ. അപ്പോൾ ഓക്കെ, ബൈ.